ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്ക് കോളേജ് ലൈഫ് കഴിയുകയാണ്. 2 വർഷത്തെ കോളേജ് ജീവിതം കഴിഞ്ഞു. ഇന്ന് ഫൈനൽ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ലാസ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രോജക്റ്റും ബുക്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടിയ പ്രോജക്റ്റായിരുന്നു 2 അപ്പോൾ ഇന്ന് പ്രാക്ടിക്കൽ എക്സാമിന് കൊണ്ടുപോയി സാറിൻ്റെ സീലും സൈനൊക്കെ മേടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് റെക്കോർഡ് ബുക്കാണ്. റെക്കോർഡൊക്കെ കഷ്ടപ്പെട്ട് എഴുതി നമ്മൾ തീർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് കോട്ട് എല്ലാം സെറ്റ് ചെയ്ത് ബാഗിൽ വെച്ചു. അപ്പോൾ ഇന്ന് കാപ്പി കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ തന്നെയാണ് ഗൈസ് ദോശ ചുടുന്നത്. ഒരു 2 ദോശ ആണ് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ ദോശയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല. അമ്മ തീയലുണ്ടാക്കി വെച്ചിരുന്നു. അപ്പം ദോശയും തീയലും കൂടി കൂട്ടി കഴിച്ചു. പിന്നെ ഒരു കട്ടൻ ചായയും കുടിച്ചു. ശേഷം ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം ഞാനിനി നേരെ കോളേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് ഞങ്ങളുടെ യൂണിഫോം. കോട്ടും പിങ്ക് കളർ ടോപ്പൊക്കെയാണ്. ഐഡൻറ്റിറ്റി കാർഡ് എല്ലാം സെറ്റ് ചെയ്തു. മുടിയൊക്കെ പുട്ടപ്പ് ചെയ്ത് കെട്ടി അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കോളേജിലോട്ട് പോവാം. പിന്നെ കോളേജിലെത്തി വണ്ടിയെല്ലാം സെറ്റ് ചെയ്തു. എനിക്ക് മുമ്പ് വന്ന് എല്ലാവരും ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഞാൻ ലേറ്റ് കമ്മറാണ് ഗൈസ്. ഇനി പോകുമ്പോൾ സാർ എന്ത് പറയുമെന്ന് അറിഞ്ഞൂടാ. ഏകദേശം 3rd ഫ്ലോറിലാണ് ഞങ്ങളുടെ ക്ലാസ്. അതിനെത്തി എല്ലാവരും അവസാനമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നും കൂടിയേ ഉള്ളൂ നമ്മൾ ഈ ക്ലാസ്സിൽ ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓരോരുത്തരും ഓരോ വഴിക്കായിട്ട് പോവും. അവരവരുടെ പ്രൊഫഷണൽ ലൈഫ് ഒക്കെ ആയിട്ട് സെറ്റായി പോവും. പിന്നെ ഇടയ്ക്കൊക്കെ ഫോൺ വിളിയും വാട്സപ്പും ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ ഗൈസ് പ്രാക്ടിക്കൽ എക്സാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. ESR ആണ് എനിക്ക് കിട്ടിയത്. ESR എസ്റ്റിമേഷനാണ്. നേരത്തെ സാമ്പിളെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാനും സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നത്. തിയറി എക്സാം ചെയ്ത പേപ്പറിൽ തന്നെ റിസൾട്ട് നമുക്ക് എഴുതി കൊടുക്കണമായിരുന്നു. ഇതാണ് വെസ്റ്റ് ഗ്രാൻഡ് സ്റ്റാൻഡ്. വെസ്റ്റ് ഗ്രാൻഡ് മെത്തേഡിലാണ് ഞാൻ ESR കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതാണ് പിപ്പറ്റ്, പ്ലാസ്റ്റിക് പിപ്പറ്റാണ്. അശ്വതി നേരത്തെ കൗണ്ടെല്ലാം ചെയ്തു ESR കണ്ടുപിടിച്ചു. ഇപ്പം ഞാനും കണ്ടുപിടിച്ചു. 1 hour നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ആവാനുള്ള ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ വരുന്ന പ്ലാസ്മയാണ് നമുക്ക് ESR ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. താഴെ വരുന്നത് റെഡ് ബ്ലഡ് സെൽസ് ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയത് 55 mm/hours ആണ് റിസൾട്ട് കിട്ടിയത്. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിൻസിപ്പളായിട്ടുള്ള വിനോദ് മോഹൻ സാറിനെ പോയി കണ്ടു. താങ്ക്സ് ഒക്കെ പറഞ്ഞു. സാർ ഫുള്ള് സപ്പോർട്ടീവായിരുന്നു. എക്സാമൊക്കെ നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാർ മാക്സിമം ഞങ്ങളെ നന്നായിട്ട് പഠിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് പ്രത്യേക താങ്ക്സ് ഒക്കെ സാറിന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ പ്രോജക്റ്റ് എല്ലാം സാറിൻ്റെ നിന്ന് സൈനൊക്കെ വാങ്ങിച്ചു, സീലൊക്കെ മേടിച്ചു. പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഒരു ഔട്ടിങ് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. പുറത്ത് ഫുഡ് കഴിക്കാനും പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പുറത്തോട്ട് പോയി. അപ്പം കണ്ടല എന്ന് പറയുന്ന സ്ഥലത്ത് അമീൻസ് അവിൽ മിൽക്ക് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നേരെ അവിടെ പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്യൂച്ചറെല്ലാം പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് അവൽ മിൽക്കെല്ലാം കിട്ടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ മിൽക്കായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അവൽ മിൽക്ക് കുടിക്കുന്നത്. അപ്പോൾ സ്പോട്ടെന്ന് പറയുന്നത് കണ്ടലയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നേരെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി കോളേജിൽ വന്നു. കോളേജിൽ വന്നതിന് ശേഷം കോളേജിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്കെല്ലാം ഫുഡ് കഴിച്ചു. ക്യാഷൊക്കെ ഷെയർ ചെയ്തിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ പിരിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.